മുസ്ലിം പേഴ്സണൽ ലോ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത മുസ്ലിം കുട്ടികൾക്ക് വിവാഹ ജീവിതത്തിൽ ഏർപ്പെടാവുന്നതാണ്. കഴിഞ്ഞ ദിവസം 30-കാരനായ യുവാവ് 15-കാരിയായ മുസ്ലിം കുട്ടിയെ വിവാഹം ചെയ്തു. എന്നാൽ ഇതിനെ ശരിവെച്ചുകൊണ്ട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധിയിറക്കി. എന്നാൽ ഈ വിധിക്കെതിരെ ദേശീയ ബാലാവകാശ കമ്മീഷൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. എന്നാൽ ഹർജി തള്ളിപ്പോകുകയാണ് ഉണ്ടായത്. ഇതിന് കാരണമായി സുപ്രീം കോടതി പറയുന്നത് മുസ്ലിം പേഴ്സണൽ ലോ അതിന് അനുവദിക്കുന്നുണ്ടെന്ന്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം 18-21, അതായത് സ്ത്രീകൾക്ക് 18 വയസ്സും പുരുഷന്മാർക്ക് 21 വയസ്സ് ആയാൽ മാത്രമേ വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സുപ്രീം കോടതി കൂടുതലും മുൻതൂക്കം നൽകേണ്ടത് ഇന്ത്യൻ ഭരണഘടനക്കല്ലേ എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ ഏതു മതത്തിന്റെ പേരിലായാലും ചൈൽഡ് മാരേജ് എന്ന സിസ്റ്റം മൊത്തത്തിൽ എടുത്തു കളയണം. കാരണം 15 വയസ്സെന്ന് പറയുന്നത് ഏകദേശം ഒരു പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ്. അതായത് സ്വന്തം കൂട്ടുകാർക്കൊത്തും ഫാമിലിക്കൊത്തും കളിച്ച് ഉല്ലസിച്ച് നടക്കേണ്ട പ്രായം. എന്നാൽ ഈ ചെറുപ്രായത്തിൽ തന്നെ വിവാഹ ജീവിതം പോലുള്ള വലിയ വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് അവരെ തള്ളിവിട്ടാൽ അത് അവരുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളയും. എനിക്ക് പറയാനുള്ളത് പെൺമക്കളെ ചെറുപ്രായത്തിൽ കെട്ടിച്ചു വിടുന്ന പാരന്റ്സിനോടാണ്. നിങ്ങൾ ദയവ് ചെയ്ത് അവരുടെ സ്വപ്നത്തിനും ആഗ്രഹങ്ങൾക്കും വിവാഹം എന്നൊരു വിലങ്ങിടരുത്. കാരണം ചെറുപ്രായത്തിൽ തന്നെ അവരെ വിദ്യാഭ്യാസം നേടുവാനും നല്ലൊരു ജോലി നേടുവാനും പ്രാപ്തമാക്കുക. കാരണം അവർ വിവാഹം കഴിഞ്ഞ് നാളെ മറ്റൊരു വീട്ടിൽ പോകേണ്ടതാണ്. സ്വന്തം ഭർത്താവിന്റെ വീട്ടുകാരുടെ മുമ്പിൽ തലകുനിക്കാതിരിക്കാനും എന്തെങ്കിലും ആവശ്യത്തിന് ഭർത്താവിന്റെ മുമ്പിൽ എപ്പോഴും കൈനീട്ടാതിരിക്കാനും സ്വന്തം വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിക്കാനും അത് വളരെയധികം ആവശ്യമാണ്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതെല്ലാം എൻ്റെ പേഴ്സണലായ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. കാരണം ചെറുപ്രായത്തിൽ തന്നെ മുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നതിൽ എനിക്കത്ര അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ഈ വീഡിയോയിൽ ഒന്നും പരാമർശിച്ചിട്ടില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ തന്നെ ഞാൻ ക്ഷമ പറയുന്നു. പുതിയ ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.